السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين الذي أنزل القرآن بلسان عربي مبين. ثم الصلاة والسلام على أشرف الأنبياء والمرسلين صاحب اللسان العربي المبين وعلى آله الطيبين الطاهرين وأصحابه الفائزين برضا الله ومن تبعهم بإحسان إلى يوم الدين. أما بعد. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെ സ്നേഹം നിറഞ്ഞ നേരറിവ് കൂട്ടായ്മയുടെ ഭാരവാഹികളായിട്ടുള്ള സഹോദരിമാർ, അതുപോലെ തന്നെ ഈ ഒരു വിജ്ഞാന സദസ്സിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം വീണ്ടും ഒരു പരിശുദ്ധ റമദാൻ കൂടെ നമ്മുടെ ആയുസ്സിലേക്ക് തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെച്ചത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്നും, അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പോലെ കുല്ലമാ നഖസ അശ്ശഹ്റു സാദ ഫിൽ അമൽ, മാസങ്ങളുടെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലനായി, കൂടുതൽ കർമ്മനിരതനായിട്ടായിരുന്നു കാണപ്പെടാറുണ്ടായിരുന്നത് എന്ന് പറയപ്പെട്ട പോലെ വരും ദിവസങ്ങളിൽ കൂടുതൽ കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ മുഴുകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ എന്ന വിഷയത്തിലാണ് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാന് കഴിഞ്ഞ റമദാനില് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഇതുമായി ബന്ധമുള്ള ഒരു വിഷയവുമായി ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് ഇതിലുണ്ടായിരുന്ന ആളുകൾ, എനിക്കറിയില്ല എത്രത്തോളം ആളുകൾ അന്നുണ്ടായിരുന്നവർ ഇതിലുണ്ടാവും എന്നുള്ളത്. ഏതായിരുന്നാലും അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ പ്രാവർത്തികമാക്കിയ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഒന്ന് അവരുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. സംസാരിക്കാൻ പ്രയാസമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലെങ്കിലും ഇട്ടാൽ നന്നാകുമെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്ന് നോക്കാം. ഞാനത് പറയാൻ കാരണം, ഇപ്പോ റമദാനിലെ 32ാമത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞു, അല്ല അത് 33. ഈ 30 ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോൾ സത്യത്തിൽ എല്ലാ ദിവസത്തെ ക്ലാസ്സുകളിൽ നിന്നും ഒരു പോയിന്റെങ്കിലും നമ്മൾ അതിനെ കുറിച്ച് ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് മതിയാകും. യഥാർത്ഥത്തിൽ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. എന്നിരുന്നാലും ഒരു 1-2 പോയിന്റുകളെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് സാധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ്. സൗണ്ട് കുറവുണ്ടോ? ഇല്ല, കേൾക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, ഒരു മെസ്സേജ് വന്ന് സൗണ്ട് കുറവാണ്. ഓക്കെ, ഞാന് ഒരു 3-4 മാസം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു സബ് ജില്ലയിലെ കുറച്ച് അറബി അധ്യാപകരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. സ്പോക്കൺ അറബിക്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരുന്നു അവർക്ക്, അത് പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു വിഷയം.
അപ്പൊ ഇതേപോലെ തന്നെ അതിന് തൊട്ട് മുമ്പത്തെ വർഷവും ഇതേ വിഷയത്തിൽ അവരോട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവരോട് ചോദിച്ചു, ഇതിൽ ആത്മാർത്ഥമായിട്ട് അറബി ഭാഷയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര അധ്യാപകരുണ്ട്? ഏകദേശം 100-ലധികം ആളുകൾ അവിടെ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു വളരെ ഒരു വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ കൈപൊന്തിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ക്ലാസ് നടത്തുകൊണ്ട് പിന്നെ എന്തില്ല, പ്രത്യേകിച്ച് ഒരു ഉപകാരം അവിടെ കിട്ടാനില്ല എന്ന് പറയുന്നില്ലെങ്കിലും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ക്ലാസ് കേട്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം വന്നാൽ എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പൊ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് അറബി ഭാഷ പഠിക്കണം, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഈ ഒരു ക്ലാസ് കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളത് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കാം. നമ്മള് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ആയത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇതിലെ ഓരോ വാക്കുകളും എൻഡ് ചെയ്യുന്നത് ഇഹ്ദിന, അതുപോലെ സിറാത്ത. എന്തുകൊണ്ട് സിറാത്തി എന്ന് അല്ലെങ്കിൽ സിറാത്തു എന്നുള്ളത് എന്നൊന്നും പറയാതിരുന്നത്? അതല്ലെങ്കിൽ എന്തുകൊണ്ട് അസ്വിറാത്ത എന്ന് പറഞ്ഞ സിറാത്തുൻ എന്ന് പറയാറുണ്ട്? എന്തിനാ അവിടെ ഒരു അല്ല് ചേർത്തിട്ടുള്ളത്? അല്ലെങ്കിൽ അൽ മുസ്തഖീം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയായിരിക്കും ഇത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. ഇങ്ങനെ ഒന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ആ ഒരു ഭാഷാ പഠനത്തിന്റെ ബേസിക് ഒരു മദ്രസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അറബി കോളേജിലൊക്കെ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പഠിച്ചൊരു സമയത്ത് വേർപിരിഞ്ഞൊരു ബന്ധമായിരിക്കും യഥാർത്ഥത്തിൽ അറബി ഭാഷയുമായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത്, ഈ ഒരു ആയത്ത് കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇതിന്റെ അർത്ഥമൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും. എന്നെ നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി ചേർക്കണേ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷെ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരായത്ത്, നമുക്ക് അർത്ഥം അറിയാത്ത ഒരായത്ത് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമുക്ക് അറിയാത്ത ഒരു സൂറത്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൂറത്തു ആലു ഇമ്രാനിലെ ഏതെങ്കിലും ഒരു 100-ാമത്തെ 120-ാമത്തേക്ക് ആയിട്ടുള്ള ഒരു ആയത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളിങ്ങനെ ആലോചിച്ചു. അതിപ്പോ ഒരു ചെറിയ കുട്ടിക്ക്, ആ കുട്ടിക്ക് മനസ്സിലാവാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന വികാരം എന്താണോ അത്ര തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണ് എന്നുള്ള ആ ഒരു റെസ്പെക്റ്റും അതിനോടുള്ള ഒരു ആവേശവും എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിദേശിയായിട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടു. അയാൾ നമ്മളോട് ഭയങ്കര താല്പര്യത്തോടു കൂടി സംസാരിക്കുകയാണ്. നമ്മൾ അയാളുടെ സംസാരങ്ങളെ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് അയാളുടെ ഭാഷ അറിയില്ല. എങ്കിൽ അയാൾ പറഞ്ഞത് മുഴുവൻ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കണം എന്നുള്ള, അയാൾ പറയുന്നത് എന്താ മനസ്സിലാവണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവും. അത്രയെങ്കിലും ഒരു താല്പര്യം പരിശുദ്ധ ഖുർആനിലെ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അതായത് ഒരു നമ്മുടെ ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഒരാള് നമ്മളോട് സംസാരിക്കുമ്പോൾ അയാൾ എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ എന്തായാലും ഒരു താല്പര്യം ഉണ്ടാവും. ആ ഒരു താല്പര്യമെങ്കിലും പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമ്മൾ കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിലൊരു താല്പര്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആയത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും പ്രസംഗത്തിലും കാര്യങ്ങളൊക്കെ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ തഫ്സീറും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കാറുണ്ടാവും, ചിലപ്പോൾ പരിശോധിച്ച് നോക്കാറുണ്ടാവും. എന്നതിനപ്പുറത്ത് ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് ഇങ്ങനെ ഓതി പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പഠിക്കാനോ ചിലപ്പോൾ എല്ലാവരും തയ്യാറായിക്കൊള്ളണം ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ വിദേശിയായിട്ടുള്ള ആള്, നമ്മുടെ ഭാഷ അറിയാത്ത ഒരാള്, അയാൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ആണെങ്കിൽ
നമുക്ക് വലിയ നഷ്ടമായിരിക്കും അവിടെ സംഭവിക്കുന്നത്, അല്ലെ? അയാൾ പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ടോട്ടൽ വലിയ ഒരു മാറ്റം വരുത്താൻ സാധ്യമാവുന്ന രൂപത്തിലുള്ള ഒരു കാര്യമാണ് അയാൾ പറയുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു ഒരു നഷ്ടമായിരിക്കും അതിലൂടെ സംഭവിക്കുക. മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഉള്ള ഒരു പ്രയാസം. ഇപ്പൊ ഈ പറയപ്പെട്ട ആളൊരു ഡോക്ടറാണെന്ന് എഴുതിക്കൊള്ളി, നമ്മൾ ഡോക്ടറെ അടുത്ത് പോവാണ്, അയാൾക്ക് നമ്മുടെ ഭാഷ അറിയില്ല, നമുക്ക് അയാളെ ഭാഷ അറിയില്ല. അയാൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാണ്. നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നമുക്ക് നഷ്ടമല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം, ആ പ്രയാസത്തിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നൊരാൾ നമുക്ക് പറഞ്ഞു തരിക, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അതല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് അയാൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുക. അപ്പോഴും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നതായിരിക്കും, അതിപ്പോ ഒരാള് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഭാഷ അറിയുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നാൽ പോരെ. യഥാർത്ഥത്തിൽ ഒരാൾ പറയുന്നത് അതുപോലെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ ഒരാൾക്ക് ചിലപ്പോൾ കഴിഞ്ഞോളൊന്നുമില്ല. ഇനി മാത്രമല്ല, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അപ്പോ അയാള് പറഞ്ഞ അതേ കാര്യമാണ് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അയാൾ ചിലപ്പോൾ മാറ്റം വരുത്തിയിട്ട് പറഞ്ഞു തരാണെങ്കിലോ, അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൂട്ടിയിട്ട് പറഞ്ഞു തരാണെങ്കിലോ, കുറച്ചിട്ട് പറഞ്ഞു തരാണെങ്കിലോ, ഇതൊക്കെ സംഭവിക്കുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഈ ഒരു പറയപ്പെട്ട ഉദാഹരണത്തിന്റെ ഒക്കെ എത്രയോ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നമ്മളിവിടെ ജനിച്ചു വീണത് മുതൽ ഒന്നും അറിയാതെ ഈ ലോകത്തേക്ക് കടന്നു വന്ന ആ ഒരു സാഹചര്യം മുതൽ ഇനി മരിക്കുന്നത് വരെയുള്ള യാത്രയാകുന്ന ഈ ഒരു ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഈ ഒരു ലോകത്ത് എന്തൊക്കെ ചെയ്യണം, ഈ യാത്ര കഴിഞ്ഞ് അവസാനിച്ച് ഖബർ എന്ന ആ ഒരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ മുതലുള്ള യഥാർത്ഥ യാത്ര അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതം, സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ തീർച്ചയായും പരലോകത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞ ആ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, വസ്തുക്കൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി മാത്രം അവതീർണമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിന്റെ വാക്കുകളാണ് എന്നുള്ളത്. ഖുർആന് അള്ളാഹുവിന്റെ വാക്കുകളാണ്, അള്ളാഹു സൃഷ്ടിച്ച ഒരു ഗ്രന്ഥമല്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽപ്പെട്ട ഒരു കാര്യമല്ല ഖുർആൻ, മറിച്ച് അള്ളാഹുവിന്റെ വാക്കുകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു കാര്യം കൂടി, സിഫാത്തുകളിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഖുർആൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരു കേവലം നഷ്ടങ്ങളായിരിക്കില്ല നമുക്ക് വരിക എന്നുള്ളത്. ഒരു ആരോഗ്യപരമായ വിഷയമോ, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ നീക്കം ചെയ്യാനോ, അതല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഇവിടെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു വിപത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഒന്നും അല്ല പരിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നത്. മറിച്ച് അത് നമ്മുടെ ജീവിതവുമായി, ദാറ്റ്സ് എ മാനുവൽ ഗൈഡാണ്. നമ്മുടെ ഈ ഒരു ജീവിതം എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളത് വിശദീകരിച്ച് തരുന്ന ഒരു ഗൈഡൻസിനുള്ള ബുക്കാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗ്രന്ഥമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനായിട്ട് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് ഒരിക്കലും നമുക്ക് അത് അതുപോലെ മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, സൗദി അറേബ്യയിലെ ഒരു മുൻ രാജാവ്, ഫൈസൽ രാജാവ്, അദ്ദേഹം ഒരു ചികിത്സ ആവശ്യാർത്ഥം ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക്, ഒരു രാജ്യത്തേക്ക് പോയി. അപ്പൊ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ഒരു ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു ഖുർആൻ എന്ന് പറഞ്ഞ വലിയ അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞത്. ഞാനത് വായിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച്
ഒന്നും അതിൽ ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഖുർആൻ വായിച്ച്, നിങ്ങൾക്ക് എങ്ങനെ അറബി അറിയുമെന്ന് ചോദിച്ചു. പറഞ്ഞു, അറബി എനിക്കറിയില്ല, ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ഒരിക്കലും എന്താവില്ല, ഖുർആൻ ആവില്ല. ട്രാൻസ്ലേഷന് ഖുർആൻ എന്നുള്ള വിധി പോലും ഇല്ല. ഒരാള് ഖുർആൻ മുസ്ഹഫ് തൊടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വുദു വേണം എന്നുള്ളത് പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അടിസ്ഥാനത്തിൽ പറഞ്ഞ വിഷയം. പക്ഷേ പിന്നെ ഖുർആന്റെ ട്രാൻസ്ലേഷൻ ആ നിയമമുണ്ടോ? ഇല്ല. അതെന്തില്ല? അത് തൊടണമെന്നുണ്ടെങ്കിൽ വുദു വേണമെന്ന് ഒരു പണ്ഡിതനും പറയുകയും ഇല്ല. അപ്പോ അതൊരിക്കലും ഖുർആൻ ആവൂല. മറിച്ച് അതെന്താണ്? ഇവിടെ നല്ലോണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. അത് ആ ഖുർആൻ പഠിച്ച അല്ലെങ്കിൽ ഖുർആൻ ഓതിയ ഒരു വ്യക്തി അതിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് അയാൾ എന്ത് ചെയ്തു? അതിന്റെ ആശയങ്ങൾ അയാൾ പകർത്താൻ വേണ്ടി ശ്രമിച്ചു. അത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഖുർആൻ ഓതിയ ആ മനുഷ്യൻ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ മനുഷ്യൻ അയാൾ എന്തൊക്കെയാണോ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അല്ല ഖുർആൻ നിങ്ങൾ അവിടെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഉത്തരം പറയാം. അദ്ദേഹം തിരിച്ചു പോന്നു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇതേ ഡോക്ടറുടെ അടുത്ത് ചെന്ന സമയത്ത് ചോദിച്ചു, എന്താ നിങ്ങൾ ഖുർആന് വായിച്ചു നോക്കിയോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ, ഞാൻ അറബി ഭാഷ പഠിച്ചു, ഖുർആൻ ഓതുകയും ചെയ്തു. അപ്പൊ ചോദിച്ചു, എന്നിട്ട് എന്തുണ്ടായി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. അതിനാണ് അതിനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഖുർആൻ അറബി ഭാഷ പഠിച്ചതിന് ശേഷം ഖുർആനുമായി ബന്ധപ്പെട്ടപ്പോ അതിനു മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ആ ട്രാൻസ്ലേഷൻ വായിച്ചപ്പോഴുള്ള വികാരമായിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷൻസ് നമുക്ക് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഒരു പരിധി വരെ നമുക്ക് ഉപകാരപ്പെടുത്താം എന്നതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് അത് നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ അനുഭവിച്ചുകൊണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ മതിയാവില്ല. മാത്രല്ല അതിന്റെ ഒരു അതിഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് തന്നെ പറയാം. ഇപ്പോ ഇവിടെ കുവൈത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ഖാരി, ഖുർആൻ പാരായണം ചെയ്യുന്ന പിന്നെ ഇവിടെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഇമാമാണ്. പേര് പറഞ്ഞ ഒരു പക്ഷെ നിങ്ങളൊക്കെ അറിയും. ഏതായിരുന്നാലും അദ്ദേഹം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് വരികയുണ്ടായി. കേരളത്തിലേക്ക് വന്നു. അവിടെ ഒരു പള്ളിയുടെ പിന്നെ അദ്ദേഹത്തിന് ഇമാമ് നിൽക്കുകയുണ്ടായി. അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സംസാരിച്ചു അവിടെയുള്ള ആളുകളോട്. അപ്പൊ അത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹമായിരുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ശുദ്ധമായ തൗഹീദിന്റെ ഏതാനും ചില വാക്കുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള പ്രായമായ ഒരു സ്ത്രീ അദ്ദേഹത്തോട് പങ്കുവെച്ച ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, 60-70 വയസ്സായിട്ട് ഇന്നേ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എന്നാലോചിക്കാണ് എന്റെ ഗൗരവം. 70 വയസ്സായിട്ടും ഇന്നേ വരെ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭീകരമായ അവസ്ഥയിലേക്കാണ് ഈ രൂപത്തിൽ ഖുർആൻ മനസ്സിലാക്കാത്തത് കൊണ്ട് ആളുകൾ എത്തിപ്പെട്ടത് എന്ന്. അത് ഒരാളുടെ അനുഭവം എന്നല്ല, ഒരുപാട് ആളുകളുടെ. ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ പരിചയമുള്ള ഒരാളിൽ നിന്ന് കേട്ട ഒരു വാക്ക്, അവരുടെ പിന്നെ പ്രായമായ വീട്ടിലുള്ള ഒരാൾ പറഞ്ഞത്, ഒരാൾ ഗൾഫിൽ പോയി വന്നതിന് ശേഷം ഖുർആനിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു CD അത് വന്ന് നാട്ടിലിട്ട് കേൾക്കുന്ന സമയത്ത് അതിന് ആയത്തിന്റെ അർത്ഥങ്ങൾ വിശദീകരിക്കുമ്പോൾ ചോദിക്കാണ്, അറിയാതെ മനസ്സെന്ന് ചോദിക്കാണ്, ഇതെന്താ ഇതില് അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്ന് അവർ ചോദിക്കാം. അതായത് ഖുർആനിന്റെ അർത്ഥം അപ്പോഴാണ് അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് പരിശുദ്ധ ഖുർആനുമായിട്ട് ആ ഖുർആൻ നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് ആ രൂപത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ലേഷനൊക്കെ ഒരു പരിധി വരെ നമുക്ക് സമീപിക്കാം. എന്നിരുന്നാലും ആ ഒരു ഖുർആൻ എന്താണ് അള്ളാഹു, അതൊരു വേറെ ഫീലല്ലേ. ഇപ്പൊ ആലോചിച്ച് നോക്കി,
അള്ളാഹു നമ്മളോട് പറയുന്നത് അതുപോലെ മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ്, ദുറൂസുൽ അറബിയ എന്ന് പറയുന്ന നമ്മുടെ ഒരു കോഴ്സ്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വലിയ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം മുമ്പ് അതിന്റെ ഒരു സെമസ്റ്ററിന്റെ ഫൈനൽ എക്സാം നടന്ന്, ആ സമയത്ത് നമ്മുടെ ഒരു പഠിതാവ് മെസ്സേജ് അയച്ചാണ്. അതേ ഒരു ഡോക്ടറാണ്. പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൽക്കാലത്തേക്ക് പരിശോധിക്കാൻ വന്ന ആളുകൾ അവിടെ പിന്നെ എക്സാമിന്റെ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മൂപ്പർക്ക് എക്സാം എഴുതാൻ വേറൊരു സമയം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിർബന്ധിതനായിട്ട് എന്ത് ചെയ്ത് കുറച്ച് സമയത്തേക്ക് കോപ്പി അവിടെ നിർത്തി വെച്ചിട്ട് അദ്ദേഹം എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളത്. ഇത്രത്തോളം ആളുകൾ ഈ ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ നമ്മൾ 4ാമത്തെ സെമസ്റ്ററിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ്, ഈ ഒരു സെമസ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില പിന്നെ പഠിതാക്കളിൽ നിന്ന് കേട്ട റിവ്യൂ ഒക്കെ വളരെ സന്തോഷം നൽകുന്നതായിരുന്നു. ഇപ്പോ ഖുതുബകളൊക്കെ അറബിയിൽ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ മക്കളുടെ അറബി പുസ്തകങ്ങളൊക്കെ അവർക്ക് നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ, അപ്പൊ ആ ഒരു രൂപത്തിൽ ഇപ്പൊ തറാവീഹിനൊക്കെ നമ്മൾ ഖുർആൻ ഇങ്ങനെ നീണ്ട ഖുർആൻ പാരായണങ്ങൾ കേട്ടുകൊണ്ട്, ഒരു സെക്കൻഡ്, ഒരു അർജന്റ് കോൾ വരുന്നു, ജസ്റ്റ് ഒരു റിപ്ലൈ കൊടുത്തിട്ട്. സോറി. അപ്പോ പറഞ്ഞു വന്ന്, ആ ഒരു ഭാഷ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ, അത് ഖുർആൻ ഓതുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വികാരം തീർത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം പ്രാധാന്യം ഈ ഒരു ഭാഷക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് വളരെ ഗൗരവത്തോടു കൂടി അറബി ഭാഷ പഠിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക്, തഅല്ലമുൽ അറബിയ്യ, നിങ്ങൾ അറബി ഭാഷ പഠിക്കണം, കൽപ്പനയാണ്. ഫഇന്നഹാ മിൻ ദീനിക്കും, കാരണം അത് നിങ്ങളുടെ ദീനിൽ പെട്ടതാണ്. തഅല്ലമുൽ ഫറാഇദ്, നിങ്ങൾ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾ പഠിക്കണം. ഫഇന്നഹാ മിൻ ദീനിക്കും, അതും നിങ്ങളുടെ ദീനിൽ പെട്ടതാണ്. നമ്മൾ ആലോചിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞ ഓർഡർ. ആദ്യം പറഞ്ഞത് ഫറായിദ് പഠിക്കണം എന്നല്ല, ആദ്യം അറബി പഠിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ ഒരു ദീനി ഫിഖ്ഹി ആയിട്ടുള്ള ഒരു വിഷയം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അനന്തരാവകാശം ആരൊക്കെ സ്വീകരിക്കണം എന്നുള്ള അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പഠിക്കണം എന്ന് പറയുന്നതിന്റെ മുമ്പ് അദ്ദേഹം അറബി ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ദീനിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലും യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അറബി ഭാഷ ശരിക്കും മനസ്സിലാവണം എന്നുള്ളതാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു വിഷയം. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇന്ന നഫ്സൽ ലുഗതൽ അറബിയ്യത മിനദ്ദീൻ, തീർച്ചയായും അറബി ഭാഷ അത് ദീനിൽ പെട്ടതാണ്. അത് മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, ഫർദാണ്, വാജിബാണ്. ഫർദായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും സ്വാഭാവികമായിട്ട്. അദ്ദേഹം അതിന് വിശദീകരിക്കണം, വെറുതെ ഫർദാണെന്ന് പറഞ്ഞാൽ. കാരണം ഖുർആനും സുന്നത്തും മനസ്സിലാക്കൽ നിർബന്ധമാണ്. വലാ യുഫ്ഹമു ഇല്ലാ ബിഫഹ്മിൽ ലുഗത്തിൽ അറബിയ്യതി, അത് ഖുർആനും സുന്നത്തും അറബി ഭാഷ പഠിച്ചാൽ അല്ലാതെ ഒരാൾക്ക് അത് അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല. വമാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. അപ്പൊ വാജിബായിട്ടുള്ള ഒരു കാര്യം, അതിലേക്ക് എത്തിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും വാജിബായിട്ട് മാറും. ഇത് ഉസൂലുൽ ഫിഖ്ഹിലെ ഒരു ഖാഇദയാണ്, ഒരു നിയമമാണ്. അതായത് നമസ്കാരം നിർബന്ധമാണ്, നിസ്കാരം നിർബന്ധമാണ്. അപ്പൊ നിസ്കാരത്തിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവണമെങ്കിൽ ആവശ്യമുള്ള ചില കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും നിർബന്ധമാവും. ഇപ്പൊ വുദു എടുക്കുന്നത് നിർബന്ധമാണോ അല്ലേ എന്ന് ചോദിച്ചാൽ വുദു നിർബന്ധമാണ്, കാരണം അത് ഉണ്ടെങ്കിൽ നിസ്കാരം
പൂർത്തിയാവുള്ളൂ. അതേപോലെ തന്നെ ഔറത്ത് മറക്കൽ നിർബന്ധമാണോ നിസ്കാരത്തിന് സമയത്ത്? അതെ, കാരണം അതുണ്ടെങ്കിൽ നിസ്കാരം പൂർത്തിയാവുള്ളൂ. അതുപോലെ തന്നെ പിന്നെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കൽ വരെ ചിലപ്പോൾ എന്താവും, നിർബന്ധമാവും. കാരണം എന്താ, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയാലേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിസ്കാരം നടക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ ഒരു കാര്യം, നിർബന്ധമായ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നിർബന്ധമായി തീരും എന്നുള്ളത് ഫിഖഹിലെ ഒരു ഖാഇദയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ സുന്നത്തും മനസ്സിലാക്കൽ ഒരാൾക്ക് നിർബന്ധമാണ് എങ്കിൽ ആ ഭാഷ അതിലേക്ക് എത്തിക്കുന്ന കാര്യവും നിർബന്ധമാണ് എന്നതുകൊണ്ട് അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ് എന്നുള്ളത്. അതൊരു പരിധി വരെ എന്ത് ചെയ്യാണ്, എല്ലാവർക്കും നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അറബി ഭാഷ പഠിക്കൽ ഒരു പരിധി വരെ. കാരണം അറ്റ്ലീസ്റ്റ് സൂറത്തുൽ ഫാത്തിഹ പോലും ഓതാൻ അറിയാതെ ഒരാള് മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ ഓതണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ നിസ്കാരം ശരിയാവണമെങ്കിൽ പോലും അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തുലായി. കാരണം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു, ഉന്നതനാകുന്നു എന്നർത്ഥം. എന്നാൽ അള്ളാഹു അക്ബർ എന്ന് നീട്ടിയിട്ട് പറഞ്ഞാല് അറിയുന്നവർക്ക് മനസ്സിലാവും അതൊരു ചോദ്യമാണ്. അള്ളാഹു ആണോ ഏറ്റവും വലിയവൻ എന്ന നിസ്കാരം തന്നെ അവിടെ പൊളിഞ്ഞു, നിസ്കാരം ശരിയാവില്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ റുക്നുകളിൽ പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലേക്ക് ഇപ്പോ ഖുർആൻ ഓതുന്ന സമയത്ത് ഭീകരമായിട്ടുള്ള തെറ്റുകൾ സംഭവിക്കും ചിലപ്പോ, അറബി ഭാഷ അറിയാത്തതുകൊണ്ട്. ഫത്തുവും കസറും അല്ല മാറിയിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ചിലപ്പോൾ ഓതി കൊടുക്കുന്ന സമയത്ത് ഉസ്താദ്മാരൊക്കെ തിരുത്തി തന്നിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോഴൊക്കെ ആലോചിച്ച് പോയിട്ടുണ്ടാവും, ഇതൊക്കെ ഇപ്പൊ ഒരു ഹർക്കത്ത് അത്രയല്ല മാറിയിട്ടുള്ളൂ. പറ്റൂല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, തീർച്ചയായും പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ അവരാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുക എന്ന്. അതിൽ അള്ളാഹ എന്നുള്ള അള്ളാഹു എന്നാക്കിയാലോ, ഇന്നമാ യഖ്ശല്ലാഹു എന്നാക്കിയാൽ അള്ളാഹു ഭയപ്പെടുന്നു എന്നായിട്ട് മാറും അർത്ഥം. പറ്റുമോ? ഇല്ല. അപ്പൊ ആ രൂപത്തിൽ ഏതൊരായത്തിലും ചിലപ്പോ ഒരു ഹർക്കത്ത്, ഒരു ഫത്തുവോ കെസറോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ, ഒരു അലിഫ്ലാം ഇല്ലാത്ത നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇല്ലാത്ത നീട്ടൽ നമ്മൾ നീട്ടിക്കഴിഞ്ഞാലൊക്കെ സംഭവിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ നേർ വിപരീതമായിട്ടുള്ള അർത്ഥമായിരിക്കും ചിലപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുക. അതുപോലെ തന്നെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒരു നാടിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അപ്പൊ അവിടുന്ന് ഒരിക്കൽ ഒരു കത്ത് അദ്ദേഹത്തിന് വന്നു. ഒരു കത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് വന്നു. അപ്പൊ ആ കത്ത് നോക്കിയപ്പോ അതിലൊരു തെറ്റുണ്ട്, ഭാഷാപരമായിട്ടുള്ള ഒരു തെറ്റ് അതിൽ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് അദ്ദേഹത്തിന് കത്ത് എഴുതിയിട്ട് പറഞ്ഞു, ആ എഴുതിയ ആൾക്ക് ഒരു ശിക്ഷ നൽകേണ്ടതുണ്ട് എന്നുള്ളത്. കാരണം അത്രത്തോളം ഗൗരവത്തിലായിരുന്നു അറബി ഭാഷയെ അവർ കണ്ടിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കേട്ടോക്കി, അൽ ലിസാനു അല്ലദി ഇഖ്താറഹു അല്ലാഹു അസ്സ വജല്ല ലിസാനൽ അറബ് ഫഅൻസല ബിഹി കിതാബഹുൽ അസീസ് വജഅലഹു ലിസാന ഖാതമ നബി ഔ ഖാതിമു അംബിയാഇഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഭാഷ അറബി ഭാഷയാണ്. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്. വജഅലഹു ലിസാന ഖാതമിൽ അംബിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഥവാ അവസാനത്തെ പ്രവാചകന്റെ ഭാഷയും എന്താണ്, അറബി ഭാഷയാണ്. വലിഹാദാ നഖൂൽ, അതുകൊണ്ട് നാം പറയുന്നു, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യംബഗി ലികുല്ലി അഹദിൻ യഖ്ദിറു അലാ തഅല്ലുമിൽ അറബിയ്യത അൻ യതഅല്ലമഹാ ലിഅന്നഹ ലിസാനുൽ ഊലാ. അതുകൊണ്ട് അറബി ഭാഷ പഠിക്കാൻ സാധ്യമാകുന്ന എല്ലാവരും അവർക്ക് സാധ്യമാവുന്ന അത്ര അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അതെന്താണ്, അൽ ലിസാനുൽ ഊല, ഒന്നാമത്തെ ഭാഷ അതാണ്. ഒന്നാമത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഭാഷക്കാണ് എന്ന അർത്ഥത്തിലാണ്, അല്ല ഒന്നാമതായിട്ട് നിലവിൽ വന്ന ഭാഷ എന്ന അർത്ഥത്തിൽ അല്ല. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വഇന്നമാ യഅരിഫു ഫദ്ലൽ ഖുർആനി മൻ അറഫ കലാമൽ അറബി. അതായത് പരിശുദ്ധ ഖുർആനിന്റെ ഫദ്ല്, മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ എന്ന് സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറയുന്നു. അത്
പിന്നെ തൗറാത്ത് ഒരു പരിശുദ്ധമാക്കപ്പെട്ട വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ അതിങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കുക എന്നല്ലാതെ അതിനുള്ളിൽ പറഞ്ഞതൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ ജീവിതത്തിൽ കൊണ്ടുവരാനോ ശ്രമിക്കാതിരുന്ന നമ്മുടെ മുൻഗാമികളായിരുന്ന ചില ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഒരു കഴുത, ആ കഴുതപ്പുറത്ത് കുറെ പുസ്തകങ്ങൾ, പുസ്തക ഭാണ്ഡക്കെട്ടുകൾ ചുമന്നു കൊണ്ടുപോകുന്നത് കൊണ്ട് ആ കഴുതക്കൊന്നും കിട്ടാനില്ല. ആ കഴുതകളെ പോലെയായിരുന്നു അവര് എന്ന് പറഞ്ഞു. കാരണം അവര് അതൊരു ഭയങ്കര വെയിറ്റുള്ള ഒരു സാധനമാണ് എന്ന് കരുതി കൊണ്ടു നടക്കുക എന്നല്ലാതെ അതിലൂടെ എന്താ പഠിപ്പിക്കുന്നത് എന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ അവർ ശ്രമിച്ചില്ല എന്നുള്ളതുകൊണ്ട്. എന്നതുപോലെ തന്നെയാണ് നമ്മളും ഖുർആന് അതിന് ആ ഒരു രൂപത്തിൽ കെട്ടിപ്പൂട്ടി അവിടെ അങ്ങനെ എടുത്തു വെച്ച് അങ്ങനെ കൊണ്ട് നടക്കുകയാണ് എന്നതല്ലാതെ അത് പഠിക്കാനോ, പലപ്പോഴും ഇപ്പോഴും ഖുർആൻ അങ്ങനെ തുറന്നു നോക്കിയാല് വീട്ടില് ഇത്രയും പൊടി തട്ടാത്ത ഒരു പുസ്തകം ചിലപ്പോ ഉണ്ടാവില്ല വേറെ ഏതും എന്ന രൂപത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് ഭയങ്കര ഭംഗിയോട് കൂടി റെസ്പെക്ട് ചെയ്തുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഒരു കഥ പറയാറുണ്ട്. ഒരു റമദാനില് ഒരു ഉസ്താദ് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഖുർആന് ഡൈനിങ് ടേബിളിൽ കണ്ടപ്പോ എന്ത് ചെയ്തു, ഡൈനിങ് ടേബിളിൽ ഒരു സംഖ്യ കണ്ടു. അപ്പൊ ആ സംഖ്യ എടുത്തിട്ട് എന്ത് ചെയ്തു, അവിടെ ഖുർആനിന്റെ ഉള്ളിലേക്ക് വെച്ചു. കാരണം ഖുർആൻ എപ്പോഴും ഇങ്ങനെ എടുത്തു പോകുന്ന ആളല്ല, അപ്പൊ എന്തായാലും പൈസ കണ്ടോളൂ എന്നുള്ള നിലക്കാട് അതിന്റെ ഉള്ളിലേക്ക് വെച്ചു. ഇദ്ദേഹം തിരിച്ചുപോയി. അതിനുശേഷം ഈ കുടുംബക്കാർ ഇവരെന്ത് ചെയ്തു, പൈസ നോക്കിയിട്ട് കാണാനില്ല. അപ്പോ ഇവരൊരു ഊഹം ഊഹിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തി ഉസ്താദ് കൊണ്ടുപോയതാണ്. അങ്ങനെ വീണ്ടും കുറെ കാലത്തിന് ശേഷം അടുത്ത റമദാനായി. ആ സമയത്ത് ഇദ്ദേഹം വീണ്ടും വീട്ടിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് ഇവിടെ ഒരു പൈസ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം കരഞ്ഞു എന്നാ പറഞ്ഞത്. കരയാനുള്ള കാരണം ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ അന്ന് ഖുർആാനിനുള്ളിലാ പൈസ വെച്ചിരുന്നു. അപ്പൊ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ഒരു കൊല്ലായിട്ട് ആ ഖുർആൻ നിങ്ങൾ തൊട്ടു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്നതുപോലെയാണ് പലപ്പോഴും ഇന്നത്തെ അവസ്ഥ. ഞാൻ നമ്മുടെ അവസ്ഥ എന്നല്ല പറയുന്നത്, പൊതുവിൽ നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പണ്ടൊക്കെ ഒന്ന് പുറത്ത് മഗ്‌രിബൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കുട്ടികൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാ വീടുകളിൽ നിന്നും കേൾക്കാറുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. അപ്പോ ആ ഒരു അവസ്ഥയിൽ ഖുർആനെ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ഖൗൽ. അദ്ദേഹം പറയാണ്, പരിശുദ്ധ ഖുർആനിന്റെ ഫദ്ല്, അതിന്റെ ഔന്നത്യം, അതിന്റെ ശ്രേഷ്ഠത ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുക മൻ അറഫ കലാമൽ അറബ്, അറബികളുടെ സംസാരം മനസ്സിലായവനേ അത് മനസ്സിലാവുള്ളൂ. അതായത് അറബി ഭാഷ, ആ ഒരു ക്ലാസിക്കൽ അറബിക് ലാംഗ്വേജ് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഖുർആനിന്റെ ഫദ്ല് അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, ഇത് പഠിക്കാത്തിടത്തോളം കാലം നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവൂല എന്നർത്ഥം. നമ്മൾ എങ്ങനെ പരിശ്രമിച്ചാലും അറബി ഭാഷ ശരിക്കും മനസ്സിലാവാതെ ഖുർആന്റെ ഫദ്ല് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ഒരു സംശയവും വേണ്ട. അത് ആ രൂപത്തില് അള്ളാഹു പറഞ്ഞ വാക്ക്, ആ വാക്ക് അത് ഉൾക്കൊള്ളുന്ന അർത്ഥസഹിതം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അറബി ഭാഷ മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ തന്നെ കഴിയുള്ളൂ. അല്ലാതെ എങ്ങനെ നമ്മൾ അതിനെ ആര് വിശദീകരിക്കുന്നത് കേട്ടാലും അതൊക്കെ അവര് ഖുർആനിൽ നിന്ന് എന്താണോ മനസ്സിലാക്കി അതേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു പറഞ്ഞത് അതുപോലെ ആ വാക്കിന്, കാരണം അറബി ഭാഷയിലുള്ള ഒരു വാക്കിന് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയൂല വേറൊരു ഭാഷയിലേക്കും. വേറെ ഒരു ഭാഷയിലേക്കും അതിലുള്ള പദങ്ങളെ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയൂല. ആ അർത്ഥം, ആ ഒരു ആശയം നമുക്ക് പകർന്നു തരാൻ കഴിയുമെന്നല്ലാതെ ഒരിക്കലും ആ പദങ്ങളുടെ അർത്ഥം അതുപോലെ ഇട്ട് തരാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം തുടരെയാണ്, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഫഉർഫു ഇൽമിൽ അറബിയ്യതി വഇൽമുൽ അറബിയ്യതി വഇൽമുൽ ബയാനി വനദ്റുൻ ഫി അറബി ഭാഷയിലെ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അത് നഹ്വ്, സർഫ്, ബലാഗ, വ്യത്യസ്തമായ അതിന്റെ ബ്രാഞ്ചുകളെ കുറിച്ച് കൂടെ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലി ഇബ്നുൽ ജഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സമിഅതു ശുഅബത യഖൂലു. ശുഅബ എന്ന് പറയുന്നത് പ്രസിദ്ധനായ ഒരു ഹദീസ് പണ്ഡിതനാണ്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ സത്യവിശ്വാസികളുടെ ഇമാമ എന്ന് വരെ പറയപ്പെട്ടിരുന്ന ഒരു മുൻഗാമികൾപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മസലു സാഹിബുൽ ഹദീസ് അല്ലദീ ലാ യഅരിഫുൽ അറബിയ്യത മിസ്ലുൽ ഹിമാർ അലൈഹി മുഖല്ലാത്തുൽ ലാ അലഫ ഫീഹാ.
അതായത് അറബി ഭാഷ അറിയാത്ത ഹദീസ് കൊണ്ട് നടക്കുന്ന ഒരാൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ അത് പഠിക്കുന്ന ഒരാൾ, പക്ഷെ അയാൾക്ക് അറബി ഭാഷ ഒന്നും അറിയില്ല എങ്കിൽ അയാളുടെ ഉദാഹരണം അതേ പറയും, ഒരു നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമയിൽ പറഞ്ഞ പോലെ ഒരു കഴുതയുടെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഉദാഹരണം എന്ന് പറയുകയാണ്. മാത്രമല്ല ഹമ്മാദ് ബിൻ സലമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൻ ത്വലബൽ ഹദീസ വലം യതഅല്ലമിൻ നഹ്വ, നഹ്വ് അറബി ഭാഷയുടെ വ്യാകരണം പഠിക്കാതെ ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി കഴിഞ്ഞാൽ ഫഹുവ കമസലിൽ ഹിമാരി തഅല്ലക അലൈഹി മഖല്ലാത്തുൻ ലൈസ ഫീഹാ ശഅഇ, അദ്ദേഹം ഇതുപോലെ തന്നെ അതിനൊരു ഉദാഹരണം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു അക്വാലുകളൊക്കെ അവര് പറയാൻ നമ്മൾ തോന്നുമ്പോ എന്താ പറയുക ഇത്ര ഗൗരവത്തില്, അതായത് കഴുതകളോടൊക്കെ ഉപമിച്ചിട്ടാണോ അറബി ഭാഷ അറിയാത്ത ഒരാളെ ഇവര് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. പക്ഷെ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ, ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ കുട്ടി ആ കുട്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് അത് തെറ്റായ ഒരു കാര്യത്തിലേക്കാണ് എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ തടയും, നമ്മൾ ആ കുട്ടിയെ തടയും. അത് തടയാനുള്ള കാരണം എന്താ, നമുക്കറിയാം ഇത് എങ്ങോട്ടാ എത്തിപ്പെടുക എന്നുള്ളത്, നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവും ബോധവും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുക. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് അത് അറിയില്ല, അതുകൊണ്ട് തന്നെ വാശി പിടിച്ച് കരയുകയും ചെയ്യും. ഒരു തീ കണ്ടാൽ പോലും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ളത് മാത്രമേ കുട്ടിയുടെ ചിന്തയിലെത്തുള്ളൂ, അതിന്റെ ചൂട് അനുഭവിക്കുന്നത് വരെ. പക്ഷെ നമ്മുടെ ചിന്തയിൽ അതെല്ലാം ഉണ്ടാവുക. എന്നതുപോലെയാണ് അറബി ഭാഷ പഠിച്ച ഒരാള് അയാൾ ഖുർആനുമായി ബന്ധപ്പെടുന്നതും അത് അറബി ഭാഷ അറിയുന്ന എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടോണം എന്നുള്ള വിഷയമല്ല ഞാൻ പറയുന്നത്. മാനസികമായിട്ടുള്ള സംശുദ്ധിയും ഹൃദയത്തിന്റെ ശുദ്ധിയും കാര്യങ്ങളൊക്കെ അതിന്റെ ഘടകങ്ങളാണ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഇതൊക്കെ സ്വായത്തമാക്കിയാൽ പോലും ഒരാൾക്ക് ഖുർആന് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അറബി ഭാഷ തന്നെ വേണം. അതുകൊണ്ടാണ് യൂനുസ് ബിനു അബ്ദുൽ അല റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തഅല്ലമുൽ അറബിയ, നിങ്ങൾ അറബി ഭാഷ പഠിക്കണം, ഫഇന്നഹാ തുസ്ബിതുൽ അഖൽ, കാരണം അത് ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തും, വതസീദു ഫിൽ മുറൂഅ, അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ അതുകൊണ്ട് സാധ്യമാവും എന്നുള്ളത്. ഒരു ഭാഷ പഠിച്ചാൽ അത് നമ്മുടെ ബുദ്ധിയെ നിലനിർത്താനും ബുദ്ധിയെ സ്ഥിരപ്പെടുത്താനും അതുപോലെ നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ വരെ സാധ്യമാവും എന്ന് മുൻഗാമികൾ പറയാനുള്ള കാരണം. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്, ഇതിന് മുമ്പായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വർഷം ചിലപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടവരുണ്ടാവും, ഞാൻ നേരത്തെ ചോദിച്ചപ്പോ. ഇനിയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ ഒരു ഭാഷ പഠിക്കാൻ നമ്മളൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ലക്ഷ്യത്തിലുമല്ല, അള്ളാഹുവും റസൂലും എന്താണ് പറഞ്ഞത് എന്നത് മനസ്സിലാക്കുക എന്നുള്ള നീയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല ഹക്കും ബാത്തിലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മളോട് ഒരാൾ വന്നിട്ട് ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം വന്നിട്ട് പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ, ആളുകൾ നമ്മളെ ആ വിഷയത്തിൽ കബളിപ്പിക്കാതിരിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70 വയസ്സായിട്ടും അള്ളാഹുവും റസൂലും ഏറ്റവും പ്രാഥമികമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യം പോലും, അതായത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള വിഷയം പോലും കേൾക്കാൻ സാധിക്കാതിരുന്നത് ഒരുപാട് പണ്ഡിതന്മാരുടെ പുരോഹിതന്മാരെ ജീവിതത്തിൽ കണ്ടിട്ടും അവരെ കബളിപ്പിച്ചത് കൊണ്ട്, ചതിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കാതിരിക്കാൻ സാധിച്ചത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അള്ളാഹുവും റസൂലും എന്താണ് നമ്മളോട് പറഞ്ഞത് എന്ന് നേരിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ പ്രായം എത്രയും ആയിക്കോട്ടെ, നമ്മൾ നല്ല നീയത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് ഉണ്ടാവും. മാത്രമല്ല പഠനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജോലിക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. എപ്പോഴും പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ പിശാചിന്റെ ലെവലിൽ നിന്നും മലക്കുകളുടെ ലെവലിലേക്കുള്ള ആ ഒരു ഉയരം, അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനാണ്, പിശാചിൽ നിന്ന് കൂടുതൽ അകലാനാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള ജഹാലത്ത് ആണ് അതിന്റെ നിയ്യത്ത്.
പഠിക്കുമ്പോ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തൊലബുൽ ഇൽമിന്റെ നിയ്യത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് പറയുന്ന കാര്യം റഫ്ഉൽ ജഹ്ലി അൻ നഫ്സിഹി സുമ്മ അൻ ഗൈരിഹി. തനിക്ക് അറിവില്ലാത്ത വിഷയങ്ങളിൽ തന്റെ അറിവില്ലായ്മയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിയ്യത്തോടു കൂടി. അപ്പൊ ജഹാലത്ത് എന്ന് പറയുന്ന പൈശാചികമായിട്ടുള്ള ഒരു വിഷയം, അതായത് ഒരു മോശം ആയിട്ടുള്ള കാര്യമാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത്. അപ്പൊ ആ അറിവില്ലാത്ത അവസ്ഥയിൽ നിന്നും അറിവുള്ള അവസ്ഥയിലേക്ക് എത്താൻ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള നിയ്യത്തോടു കൂടി, അതുപോലെ തന്നെ എന്റെ ചുറ്റുമുള്ള അറിവില്ലാത്ത ആളുകൾക്ക് അവർക്ക് ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക, ഈ ഒരു രണ്ട് നിയ്യത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ ആ ഒരു നിയ്യത്ത് വേണം ഏതൊരു വിഷയം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട നിയ്യത്ത്. മാത്രമല്ല നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്തും അവർ ഏത് ജോലിക്ക് വേണ്ടി ഏത് ജോലി ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുകയാണെന്നുണ്ടെങ്കിലും അവർ എത്ര പിന്നെ വലിയ കരിയറുകൾ അവരുടെ ജീവിതത്തിൽ സ്വപ്നം കാണുകയാണെങ്കിലും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അതിലേക്കുള്ള എല്ലാ വഴിയും സാമ്പത്തികമായിട്ടും അതുപോലെ എല്ലാ രൂപത്തിലുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. പക്ഷേ ധാർമ്മികമായിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസം അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിന്റെ കൂടെ അറബി ഭാഷയും അവർക്ക് വഴങ്ങുന്ന രൂപത്തിൽ, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ നമ്മൾ രക്ഷപ്പെടും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ, ഒരാളിനോട് നേരിട്ട് പറയാണ്, വലിയ കോടീശ്വരനായിട്ടുള്ള അത്യാവശ്യം നല്ല പണമുള്ള ഒരാൾ. അദ്ദേഹം കുറച്ചു മുമ്പാണ് നമ്മുടെ പിന്നെ ആദർശവും അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേ രൂപത്തിൽ മനസ്സിലാക്കി മുൻഗാമികൾ പഠിപ്പിച്ച രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മക്കളെ, വലിയ ഉയർന്ന പഠനം സാധ്യമായ മക്കളെ, അവരെ കുറിച്ച് അദ്ദേഹം പറയാണ്, ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല, എനിക്ക് ദീനിനെ കുറിച്ച് ഒന്ന് ശരിക്കും ഖുർആൻ ഓതാൻ പോലും അവർക്ക് അറിയില്ല. ഞാൻ മാസം അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ടാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഞാൻ തന്നെ കൊടുത്തോളൂ, അവർക്ക് മാസം ഒരു ശമ്പളം എന്നുള്ള രൂപത്തിൽ ഞാൻ ഓർക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഓരോന്ന് പഠിക്കാൻ തയ്യാറായാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ മക്കളെ ആ രൂപത്തിൽ ഒന്നിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവര് ആ ഒരു +2 അതുപോലെ ഡിഗ്രി ഏജിലേക്കൊക്കെ എത്തുമ്പോൾ അറബി ഭാഷ മനസ്സിലാക്കാനും പഠിക്കാനും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ അവർക്ക് തന്നെ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. വേറെ എന്ത്, ഒരു നല്ല ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിലും നല്ല എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിലും ഏത് മേഖലയിൽ പണിയെടുക്കുന്നവനാണെങ്കിലും അവന് നന്നാവണം എന്നുണ്ടെങ്കിൽ നാടിന് ഉപകാരപ്പെടുന്ന, നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും ഉപകാരപ്പെടുന്ന ഒരാളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ധാർമ്മികമായിട്ടുള്ള വിദ്യാഭ്യാസം അവന് കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എന്തൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ദീന് പഠിക്കാനുള്ള ചാവിയാണ് അറബി ഭാഷ എന്നുള്ളത്. ആ അറബി ഭാഷയിലും അതുപോലെ തന്നെ ദീനിയായിട്ടുള്ള മറ്റ് അടിസ്ഥാന വിഷയങ്ങളും അവർക്ക് ഒരു അറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒന്ന് ഖുർആൻ പോലും ശരിക്കും ഓതി നോക്കാൻ അറിയാത്ത അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ മക്കൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഒരു സംശയവും വേണ്ട, നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മുടെ മുമ്പിൽ വരും, ഒരു സംശയവും വേണ്ട. കാരണം അത് നമ്മൾ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. ഒരേ കരിയറോ അവർക്ക് നല്ല ജോലിയിലേക്ക് അവർ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊന്നല്ല നമ്മുടെ നിർബന്ധമായിട്ടുള്ള ബാധ്യത. നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള പിന്നെ ബാധ്യതയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അവർ മനസ്സിലാക്കേണ്ട ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ബാധ്യത, അതിലേക്കുള്ള വഴികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വഴികൾ ഇങ്ങനെ തുറന്നിട്ട് കൊടുക്കാം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നു, 60 വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കം അത്തത അലൈക്, എത്ര പ്രായമായി? അപ്പൊ പറഞ്ഞു 60 വയസ്സായി. എന്താണ് ഇത്രയും കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയത് എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പം ആ 60 വയസ്സായ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അന ലില്ലാഹി അബ്ദു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിട്ടോ.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അതുപോലെ തന്നെ ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ട് പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ആ മടക്കം വെറുതെ ഉള്ള ഒരു മടക്കല്ല. മടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കൊരു നൃത്തം നിൽക്കാനുണ്ട് എന്ന്. ومن علم أنه راجع إلى الله فليعلم أنه موقوف. അള്ളാഹുവിന്റെ മുമ്പിൽ അവന് നിൽക്കാൻ പോകുന്നുണ്ട് എന്ന്. ومن علم أنه موقوف فليعلم أنه مسؤول. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ വെറുതെ പോയിട്ട് നിൽക്കാനുള്ളതല്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു ചില ചോദ്യങ്ങൾ അവനോട് ചോദിക്കും എന്നുള്ളതും അവൻ അറിയട്ടെ. ومن علم أنه مسؤول فليعد للسؤال جوابا. അങ്ങനെ അള്ളാഹു ചോദിക്കുമെന്നും അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവൻ കണ്ടെത്തട്ടെ. അതായത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുലേക്ക് മടങ്ങും. അള്ളാഹുലേക്ക് മടങ്ങിയാൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിൽക്കേണ്ടി വന്നാൽ അള്ളാഹു എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. എങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അവൻ ഇപ്പൊ തന്നെ തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് വരും, ഉറപ്പായിട്ടും വരും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, നിർബന്ധമായിട്ടുള്ള ഈ ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കെതിരെ ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് എല്ലാ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അറബി ഭാഷ, എന്റെ റബ്ബ് എന്നോട് എന്ത് സംസാരിക്കുന്നു, എന്റെ ഏറ്റവും ജീവിതത്തിൽ ഞാൻ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന എന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു അറബി ഭാഷാ പഠനം നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ തുടക്കമിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. 10-70 വയസ്സൊക്കെ ആയിട്ടുള്ള ആളുകളും ആവേശത്തോടു കൂടി അറബി ഭാഷ പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പോലും പലപ്പോഴും സങ്കടമാണ്, നമ്മളൊന്നും അത്ര മെനക്കെടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠനം നിങ്ങൾക്ക് സാധ്യമാവും. മാത്രമല്ല ഖുർആനൊക്കെ ഓതുമ്പോൾ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ട്, എന്റെ ഫീലിംഗ് എത്ര നമുക്ക് പറഞ്ഞാലും വിശദീകരിച്ചാലും തീർക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ വചനങ്ങള്, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്, അതിന്റെ ആശയവും അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോവാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തില് അതിനുള്ള പ്രതിവിധികളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും, നമ്മുടെ മനസ്സ് നിറഞ്ഞു പോവും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനെ കൊണ്ടല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ശാന്തി അടയുക, സമാധാനം അടയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ചോദിക്കുന്നത്. അപ്പോ അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, ആ ഒരു കർക്കശ ബുദ്ധി, ഒരു വാശി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അറബി ഭാഷ പഠിക്കാൻ. അതിനുള്ള ലക്ഷ്യവും നീയത്തൊക്കെ ഞാൻ വിശദീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പലരും ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ദുറൂസിന്റെ കോഴ്സ് എപ്പോഴാണ് ഇനി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മള് ചെറിയൊരു പ്രയാസം, അതായത് ഒരു ആപ്ലിക്കേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അത് ബാക്കി കുറച്ച് വർക്കുകൾ കൂടി ഉണ്ട്. അത് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ എന്തായാലും ഒരു 1-2 മാസത്തിനുള്ളിൽ പുതിയൊരു ബാച്ച് പ്രഖ്യാപിക്കും. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. സമയത്തൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പരലോകത്തിൽ ഉപകാരപ്പെടാനും അങ്ങനെ പരിശുദ്ധ ഖുർആന് മനസ്സിലാക്കാനും അതിന് ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അത് പരമാവധി ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.